ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്സിജൻ കൊടുക്കാൻ പോലും പാടില്ലാത്ത ഒരു അസുഖമേ നമുക്ക് പറയാനുള്ളൂ. അത് പാരക്യൂട്ട് പോയിസൺ ആണ്. പാരക്യൂട്ട് പോയിസൺ എന്ന് പറഞ്ഞാൽ ഒരു ഹെർബിസൈഡൽ പോയിസൺ ആണ്. ഈ ഒരു പോയിസൺ ആണ് നമ്മുടെ ഷാരോണിനെ കൊണ്ട് ഗ്രീഷ്മ കുടിപ്പിച്ചിട്ടുള്ളത്. സാധാരണ ഓക്സിജൻ കൊടുത്താണ് രോഗികളെ രക്ഷിക്കാറ്. ഓക്സിജൻ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരേ ഒരു പോയിസൺ ആണ് പാരക്യൂട്ട് പോയിസൺ. ആ ഒരു സാധനമാണ് ഗ്രീഷ്മ ഇന്റർനെറ്റിലും മറ്റും സെർച്ച് ചെയ്ത് കണ്ടെത്തിയത്. ഇതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല എന്ന് കണ്ടെത്തുകയും വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് ഗ്രീഷ്മ ആ വ്യക്തിയെ കുടിപ്പിച്ചത്. പാറശാലയിൽ ഷാരോൺ രാജ് വധക്കേസിൽ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചതോടുകൂടി സമൂഹത്തിന് നല്ല ഒരു ഉദാഹരണം തന്നെയാണ് സമൂഹത്തിന് നൽകിയിട്ടുള്ളത്. ശരിക്കും വിധി കേട്ടിട്ട് ഗ്രീഷ്മ അനങ്ങിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയായിരുന്നു. 2022 ഒക്ടോബർ 14 ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ശരിക്കും ആ സമയത്ത് ഒത്തിരി വിഷമത്തോടു കൂടിയാണ് ആ വാർത്ത നമ്മൾ അറിഞ്ഞത്. ഷാരോൺ രാജിന് യഥാർത്ഥത്തിൽ ഗ്രീഷ്മ വിഷം കലർത്തി കൊടുത്തത് കഷായത്തിലാണ്. കഷായത്തിലാകുമ്പോൾ ചെറിയ ഒരു പുളിപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആ വ്യക്തി അത് അറിയാതെ കുടിക്കുകയും ചെയ്തു. ശരിക്കും കേരള പോലീസ് ഒരു അഭിനന്ദനം രേഖപ്പെടുത്തേണ്ടതാണ്. കാരണം ആ കേസിന് പല രീതിയിലും വളരെ സമർത്ഥമായി വളച്ചൊടിക്കാൻ നോക്കിയെങ്കിലും കറക്റ്റായിട്ടുള്ള തെളിവുകളെല്ലാം കറക്റ്റായിട്ട് കളക്ട് ചെയ്ത് വളരെ കറക്റ്റായിട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്തു. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സ്ത്രീയാണ് ഗ്രീഷ്മ. ഇങ്ങനെ വധശിക്ഷ ലഭിക്കുന്ന പ്രായം കുറഞ്ഞ സ്ത്രീ ആകെ കൂടി 2 പേർക്ക് ഇതുപോലെ വധശിക്ഷ ലഭിച്ചിട്ടുള്ളൂ. ശരിക്കും ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ഷാരോണിനെ തന്നെ കൊല്ലാനായി കുറേയേറെ മുന്നേ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. ശരിക്കും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടാവും, കണ്ടെത്തിയിട്ടുണ്ടാവുക. 2022 ഓഗസ്റ്റിലും അമിത അളവിൽ ഗുളികകളെല്ലാം കലർത്തി ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ കുടിപ്പിക്കാനായി ശ്രമിച്ചിട്ടുണ്ടാവും. അന്ന് ഷാരോണിന് എന്തോ സംശയം തോന്നിയത് കൊണ്ടാവാം കുടിച്ചില്ല. അതിൻ്റെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നാണ് കേട്ടത്. ഇത് ഗൂഗിൾ ഒക്കെ സെർച്ച് ചെയ്തതുകൊണ്ട് എല്ലാ ഇൻഫർമേഷനും പോലീസിന് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തെറ്റായ ചിന്തകളൊന്നും ഒരു ചെറുപ്പക്കാരും വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. പിന്നെ പാരക്യൂട്ട് പോലെയുള്ള നിരോധിച്ചിട്ടുള്ള സാധനങ്ങൾ ഇപ്പോഴും കേരളത്തിലും മറ്റും അവൈലബിൾ ആണ്. തമിഴ്നാട് ധാരാളം സുലഭമായിട്ടുണ്ട്. വളരെ ചെറിയ അളവ് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ തന്നെ മരണം സംഭവിക്കാം, ഒരു പക്ഷേ കാരണമാകും. കുട്ടികളും മറ്റും ഉള്ള സ്ഥലത്ത് നിന്നും ഇതൊക്കെ മാറ്റി നിർത്തേണ്ടതാണ്. കുട്ടികൾ അറിയാതെ എങ്ങാനും അവരുടെ ഉള്ളിൽ പോയാൽ അവർക്ക് തന്നെ മരണം സംഭവിക്കാം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 11 ദിവസം ചികിത്സയിൽ ആ വ്യക്തി ഉണ്ടായിട്ട് പോലും ഷാരോൺ ഒരു ദിവസം പോലും ഗ്രീഷ്മക്കെതിരായിട്ട് പരാതി പറഞ്ഞില്ല എന്നാണ് അറിഞ്ഞത്. 15 ml വിഷം ഉള്ളിൽ ചെന്നപ്പോഴാണ് മരണം സംഭവിച്ചത്. മറ്റു മരുന്നില്ല എന്ന് അവർക്ക് വളരെ ക്ലിയറായിട്ട് അറിയാമായിരുന്നു. ഇതുപോലെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. പെസ്റ്റിസൈഡ് അതുപോലെ ഹെർബിസൈഡ് പോലെയുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കുട്ടികളിൽ നിന്നും തന്നെ മാറ്റിവെക്കുക. അതുപോലെ തറ ക്ലീൻ ചെയ്യുന്ന സാധനങ്ങൾ, ബാത്റൂം ക്ലീൻ ചെയ്യുന്ന സാധനങ്ങൾ, റൂം ക്ലീൻ ചെയ്യുന്ന സാധനങ്ങൾ, ഇതെല്ലാം വളരെ പവർഫുള്ളും ഡേഞ്ചറസുമാണ്. ഈ കാര്യങ്ങൾ എല്ലാം കുട്ടികൾ എത്താത്തിടത്ത് വെക്കുക. ഈ ഒരു പാരക്യൂട്ട് കഷായത്തിൽ കലർത്തിയിട്ട് പോലും ശരിക്കും അതിൻ്റെ മണം അടിച്ചാൽ അതിൻ്റെ അടുത്ത് പോലും നിൽക്കാൻ പറ്റില്ല. അതുപോലും അറിയാത്ത രീതിയിൽ കഷായത്തിൽ കലർത്തിയാണ് ഗ്രീഷ്മ കൊടുത്തിട്ടുള്ളത്. ഗ്രീഷ്മ വിചാരിച്ച് കാണില്ല ഉടനെ തന്നെ റിസൾട്ട് ഉണ്ടാകുമെന്ന്. അതുകൊണ്ടാവാം ആ കുട്ടി കലർത്തി കൊടുത്തത്. ഇനി ഒന്ന് പറയട്ടെ, തൂക്കിലേറ്റാൻ വിധിച്ചു, പക്ഷേ തൂക്കിലേറ്റുമോ എന്നറിയില്ല. കാത്തിരുന്നു കാണാം. വേറെ എന്തെങ്കിലും കാരണം കിട്ടി അത് നീട്ടി അവസാനം അറിയില്ല. എന്തായാലും ആ അമ്മയ്ക്ക് നീതി കിട്ടട്ടെ. ഇനി ഒരാൾക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മനസ്സ് വരരുതേ. ഗൾഫ് നാടുകൾ പോലെയുള്ളതാണെങ്കിൽ അപ്പോൾ തന്നെ തൂക്കിലേറ്റിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിയമങ്ങൾ തന്നെ വരണം ഇവിടെയെന്ന് ചില സമയത്ത് തോന്നിപ്പോകാറുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാലും ഞാനിടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോസുമായി വീണ്ടും വരാം.